മലയാളികൾ ഒരു കാലത്ത് ഏറ്റെടുത്തിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് നടി നന്ദന. നന്ദനയുടെ കുടുംബത്തിന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മരണവാർത്ത സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഒരു ഞെട്ടലിൽ തന്നെയാണ് മലയാള സിനിമാ ലോകവും. ഭാരതിരാജയുടെ മകനും നന്ദനയുടെ ഭർത്താവുമായിരുന്ന മനോജിൻ്റെ മരണം തന്നെയാണ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഇതുപോലെ എല്ലാവരും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇരുവരുടെയും പ്രണയത്തിലൂടെ ഒരുമിച്ച മനോജും നന്ദനയും പരസ്പരം വിശ്വാസത്തോടെ ഒന്നിച്ചവരാണ്. ഞാൻ മനോജിനെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്ന വ്യക്തിയാണ് താരം നന്ദന എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് നടന്മാരെ കണ്ട് ഒരുപാട് നടന്മാരുടെ നായികയാകാൻ കിട്ടിയ അവസരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നന്ദനയ്ക്കുണ്ടായിരുന്നത്. തമിഴിലേക്ക് എത്തിയ നന്ദന പിന്നീട് ഒരിക്കലും മലയാളത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ തമിഴിൽ ചിത്രങ്ങൾ ചെയ്യുന്നുമുണ്ടായിരുന്നു. അവിടെ നിന്ന് പരിചയപ്പെട്ട സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുകയും പിന്നീട് മനോജ് എന്ന ചെറുപ്പക്കാരനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് നന്ദന തീരുമാനിക്കുകയുമായിരുന്നു. ഇപ്പോൾ മനോജിൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ പോലും കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നന്ദനയുടെ ചിത്രം തന്നെയാണ്. നന്ദനയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ചിത്രം ചേർത്തുകൊണ്ടല്ല, നന്ദനയുടെ ചിത്രം മാത്രമാണ് ഇപ്പോൾ വാൾപേപ്പറായി സൂക്ഷിച്ചിരിക്കുന്നത്. അത്രമാത്രം സ്നേഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും കാണാൻ സാധിക്കുന്നത്. ആരാധകർക്കൊക്കെ തന്നെയും ഇത് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നു. അതുകൊണ്ടാണ് നന്ദനയ്ക്കത് സഹിക്കാൻ പറ്റാത്ത വേദനയായി മാറുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. നന്ദന എന്തുമാത്രമാണ് വേദനയിലൂടെ കടന്നു പോകുന്നതെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിൽ പോലും എല്ലാം നന്ദനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുമെല്ലാം നന്ദനയായിരുന്നു. അദ്ദേഹം ഒരുപാടിടത്ത് എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചൊരു താരം തന്നെയാണ്. എന്നാൽ അദ്ദേഹം വിചാരിച്ചിടത്ത് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിച്ചില്ല. അപ്പോഴും എല്ലാമായി കൂടെ ഉണ്ടായിരുന്നത് നന്ദന തന്നെയാണ്. ഒരു പരാതിയും പറഞ്ഞില്ല. താൻ ലൈം ലൈറ്റിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നന്ദനയുടെ ജീവിതത്തിൽ വിവാഹം നടന്നത്. അപ്പോഴും ഒരു കുറ്റവും പറഞ്ഞില്ല. എനിക്ക് മനോജിനോടൊപ്പം ജീവിച്ചാൽ മാത്രം മതിയെന്നായിരുന്നു നന്ദന അന്നും പറഞ്ഞത്. സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അതിനിടയിലായിരുന്നു ദൈവത്തിൻ്റെ വിധി. ആരും ഒരിക്കലും കരുതാത്ത വിധി എന്ന് വേണം പറയാൻ. പുലർച്ചെ ഈ വാർത്ത അറിഞ്ഞതോടെ എല്ലാവരും ഞെട്ടലാണ് രേഖപ്പെടുത്തിയത്. ആർക്കും അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. എല്ലാവരും വീണ്ടും പരസ്പരം വിളിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ മരണവാർത്ത സ്ഥിരീകരിച്ചത്. അത്രമാത്രം എല്ലാവരും ഞെട്ടിച്ചൊരു മരണവാർത്ത. അങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എല്ലാവരും. നന്ദനയോട് എത്രമാത്രമാണ് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നതെന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അത് നന്നായി അറിയാം. എന്തുമാത്രമായിരുന്നു മനോജിന് നന്ദന ജീവനെന്നും എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. നന്ദനയോടുള്ള സ്നേഹം പല രീതിയിലാണ് മനോജ് കാണിച്ചു കൊണ്ടിരുന്നത്. അത് പ്രേക്ഷകർക്കും നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറയണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു. ആരാധകർക്കും ഈ വാർത്ത പങ്കുവയ്ക്കാൻ വളരെയധികം ഇഷ്ടവുമാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയാണ് ഇതെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.